നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ കടയ്ക്കലിൽ പിടിച്ചെടുത്ത കഞ്ചാവ് ചാക്കുകൾ കോടികളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നട്ടെല്ലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചപ്പോൾ ഒരു ലോറിയിൽ മുഴുവനുള്ള കഞ്ചാവ് കോടികളുടെ മുതലാണ് പിടിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളീ കാണുന്നത് ഇന്ന് കടയ്ക്കലിൽ നടന്ന വമ്പൻ കഞ്ചാവ് വേട്ടയുടെ ദൃശ്യങ്ങളാണ്. എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ലോറിയിൽ ഉള്ളത് എന്ന് കണ്ടു നോക്കൂ. ഒരു ലോറി മുഴുവൻ ഈ നിൽക്കുന്നതിനെ കണ്ടോ, ഈ ടീഷർട്ട് ഇട്ടവൻ, ഇവനാണ് ഇതും കൊണ്ട് വന്നത്. ഇവനെയാണ് ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര കോടി രൂപയുടെ അദ്ദേഹം, ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത്രയും നട്ടലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേരളത്തിലുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് നല്ല നല്ല ഉദ്യോഗസ്ഥരുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. അങ്ങോട്ട് നട്ടെല്ലാം നിവർത്തുന്ന വെച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ ഒരുത്തനും ഒരു പുല്ലും ചെയ്യത്തില്ല. ഇതുപോലുള്ള 100 ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നാടിനെ അടിച്ചു നിരത്തി ഒരു കമാന്നൊരു പുല്ല് പോലും അനങ്ങാത്ത രീതിയിൽ അവരെ നേരെയാക്കി തരും. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നമ്മുടെ സർക്കാരുകളൊന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള മുതലായി ഇരിക്കുന്നത് 100 അണുബോംബിനേക്കാളും ശക്തിയായിരിക്കും ഇരിക്കുന്ന സാധനങ്ങൾക്ക്. അച്ഛനെയും അമ്മയെയും പെങ്ങളെയും ബന്ധുക്കളെയും ഉറ്റവരെയും ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ ഈ മാരക വിഷം ആളുകളുടെ ഉള്ളിലേക്ക്, ചെറുപ്പക്കാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഉള്ളിലേക്ക് പല രീതിയിലാണ് യൗമാർ ഇതിന്റെ വമ്പൻ സംഘങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു നല്ലൊരു തുടക്കം തന്നെയാണ്. യുവമാരുടെ ഈ കഞ്ചാവ് വേട്ടക്കാരന്മാരുടെ അടിവേരറക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ട് കൊടുക്കും. നല്ല രീതിയിൽ പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും, ഇതുപോലുള്ള അന്വേഷണങ്ങളുണ്ടാവും. ഇതുപോലുള്ള കൊണ്ടുവരുന്നവന്മാരുടെ അടിവേരറക്കുന്ന തരത്തിലുള്ള അറസ്റ്റുകളും ഇത്തരം പിടിച്ചെടുക്കലുകളും തുടങ്ങണം. അത് തുടരുകയും വേണം. എല്ലാ നാട്ടിലും പരമാവധി ആളുകൾ സംഘടിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായിട്ട് പോലീസിന് കൊടുക്കണം. പോലീസിന് വിവരങ്ങൾ കിട്ടിയാൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരോട് ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും, ഉറപ്പാണ്.